നല്ല എരിവും പുളിയുള്ള മീൻകറിയൊക്കെ കൂട്ടി രാവിലെ തന്നെ പുട്ട് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് സഞ്ചരിച്ചിട്ട് നല്ല ഞണ്ടിറച്ചിയൊക്കെ ഇട്ടുണ്ടാക്കിയ ഓംലെറ്റ്, അതിൻ്റെ കൂടെ അയിരമീൻ കുളമ്പ് ഒക്കെ കൂട്ടി ഊണ് കഴിക്കണം. അതുമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയാലും നല്ല പഫ് പൊറോട്ട, കൊത്തു പൊറോട്ട, കാടക്കറി, അതുപോലെ തന്നെ ചിക്കൻ കറി, മട്ടൻ കറി ഇതൊക്കെ കൂട്ടി വൈകിട്ട് നല്ല അടിപൊളി അത്താഴം കഴിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. നമസ്കാരം. 1999 ഞാനും ഉണ്ട്, വിനീതും ഉണ്ട്, ഏബിള്, അതേപോലെ തന്നെ വിജിലേഷ്. ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര പോയി. മധുര തുടങ്ങിയാണ് പോയത്. യാത്ര തുടങ്ങുന്നത് പക്ഷേ കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ ആലപ്പുഴ എത്തിയപ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബ്രദേഴ്സ് ഹോട്ടലിൽ പോയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രദേഴ്സ് ഹോട്ടലിൽ പ്രഭാത ഭക്ഷണം ഇങ്ങനെ പാചകം ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പല ടൈപ്പ് പ്രഭാത ഭക്ഷണങ്ങളുണ്ട്. പുട്ടിന് പുട്ടുണ്ട്, ഇടിയപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, അപ്പമുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതിൻ്റെ കൂടെയുള്ള കറികളും, മുട്ടക്കറി വേണമെങ്കിൽ മുട്ടക്കറി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. എനിക്ക് അവിടുത്തെ പുട്ടും മീൻകറിയും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ പുട്ടിനകത്തോട്ട് ആ മീൻചാർ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ പുട്ട് നനച്ച് ആ നനവോടുകൂടി ആ മീൻചാറിൻ്റെ രുചിയോടുകൂടി നാവിലെടുത്ത് വെക്കുക. നല്ല എരിവും പുളിയുള്ള നാടൻ മീൻകറി. ആ പുട്ടിൽ ആ മീൻകറിയുടെ രുചി അബ്സോർവ് ചെയ്തിട്ട് ആ പുളിയും ആ ചെറിയ എരിവും ആ മീനിൻ്റെ ആ രുചിയും എല്ലാം കൂടെ ആയിട്ട് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഇത് ഈ മീൻ കഷ്ണം ഇതുപടി തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. മീൻ നന്നായിട്ട് പുളി പിടിച്ച മീൻ, കൊടംപുളി ഇട്ടുണ്ടാക്കിയതാണ്. കൊടംപുളി തേങ്ങായ വരച്ചിട്ടുണ്ട്, കൊടംപുളി ഇട്ടിട്ടുണ്ട്, തേങ്ങായ വരച്ചിട്ടുണ്ട്. ആലപ്പുഴ സ്റ്റൈലിലുള്ള മീൻ കറി. പ്രഭാത ഭക്ഷണം അങ്ങനെ ബ്രദേഴ്സ് ഹോട്ടലിൽ കെങ്കേമായിട്ട് പോയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് സഞ്ചരിച്ച് നമ്മൾ കൊല്ലത്തെത്തി കഴിഞ്ഞപ്പോഴത്തേന് ഉച്ചയൂണിന് സമയമാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫുഡ് ആൻഡ് ട്രാവൽ സുഹൃത്തുണ്ടായിരുന്നു, പോളച്ചായൻ പറഞ്ഞായിരുന്നു, എബിൻ ഇതിലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എബിൻ ഉറപ്പായിട്ടും കഴിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, ചന്ദ്രൻപിള്ളയുടെ ഊണുകട എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ചന്ദ്രൻപിള്ളയുടെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ്റെ കുറച്ച് സുഹൃത്തുക്കളും അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ സ്ഥിരമായിട്ട് അവിടെ പോയി കഴിക്കുന്നതാണ്. പോളച്ചായൻ ശരിക്കും പറഞ്ഞാൽ US-ലാണ്. പുള്ളി നാട്ടിൽ വരുമ്പം എല്ലാ സുഹൃത്തുക്കളുടെ കൂടെ പോയി കഴിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പം അദ്ദേഹം സുഹൃത്തുക്കൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ തന്നെ കയറി. കുറേ മീൻ വിഭവങ്ങൾ, മീൻ വറുത്തതും പൊരിച്ചതും എല്ലാം ആയിട്ട്. ആ മീൻ തല വറുത്തത് വേണമെന്നുണ്ടെങ്കിൽ തല വറുത്തത് കിട്ടും, മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കിട്ടും, പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. ഇലയിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഉച്ചയൂണ് ഈ മീൻ വറുത്തതൊക്കെ കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി. ആ വീഡിയോ ചെയ്ത സമയത്ത് ഒത്തിരി പേര് എന്നോട് പറയുണ്ടായി അവിടെ ഭയങ്കര വിലയാണ്, പ്രൈസ് ഭയങ്കരമാണെന്ന് പറഞ്ഞു. പക്ഷേ പ്രൈസിൻ്റെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അവിടുത്തെ. ഞാൻ അന്ന് വീഡിയോയിൽ അതുപോലും മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു, ഇവിടുത്തെ പേയ്മെൻറ്റ് ചെയ്തത് പോളച്ചായനാണ്, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിച്ചു പോലുമില്ല. അതുകൊണ്ട് പ്രൈസിൻ്റെ കാര്യം അറിയില്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാനും ബുദ്ധിമുട്ടാണ്. ഏതായാലും ഊണ് ഗംഭീരമായിരുന്നു, മീൻ വറുത്തത് നല്ലതായിരുന്നു. കൊഞ്ച് ഫ്രൈ, പൂമീൻ ഫ്രൈ, ഊണ്, കപ്പ കൂട്ടിയുള്ള ഊണാണ്. ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കൊഞ്ചോ പൂമീനോ? കൊഞ്ച്. ഫുഡ് ഇഷ്ടമായോ? ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. പേരെന്താണ്? വിജയ്. പെങ്ങളുടെ തീർത്ഥ. താങ്ക്സ് കേട്ടോ. അങ്ങനെ ചന്ദ്രൻപിള്ളയുടെ ഹോട്ടലിൽ നല്ല രുചികൾ ഒക്കെ ആസ്വദിച്ച് നമ്മൾ അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി. തമിഴ്നാട്ടിലെത്തിയപ്പോൾ രാത്രിയായി. ഞങ്ങൾ അന്ന് വൈകിട്ട് പിന്നെ വീഡിയോസ് ഷൂട്ടൊന്നും ചെയ്തില്ല, കടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എവിടുന്നോ കഴിച്ചിട്ട്, അവിടുന്ന് തന്നെ കോവിൽപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോവിൽപ്പട്ടിയിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഉച്ചഭക്ഷണം അന്വേഷിച്ചിറങ്ങി. അവിടെ AR റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ടായിരുന്നു, AR റഹ്മാൻ ബിരിയാണി. അപ്പോൾ അവിടുത്തെ ബിരിയാണി വളരെ ഫേമസ് ആണെന്നാണ് പറഞ്ഞത്. നെല്ലൈ സ്റ്റൈൽ ബിരിയാണി, തിരുനെൽവേലി സ്റ്റൈൽ ബിരിയാണി. ആ ബിരിയാണി ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അത് ശരിക്കും പറഞ്ഞാൽ ചിക്കനാണ് ചിക്കൻ, മട്ടനാണ് മട്ടൻ, അതും ചോറും മസാല എല്ലാം കൂടെ കൂട്ടിയിട്ട് ദമ്മിട്ട് നമുക്ക് തരുന്നതാണ്. അതിൻ്റെ കൂടെ മുട്ടയുണ്ടെന്ന് അതിൻ്റെ ഓർമ്മ. ഇലയിൽ വിളമ്പി തരും ബിരിയാണി. നല്ല രുചിയുള്ള ബിരിയാണി, ചെറിയ അരി കൊണ്ടുണ്ടാക്കുന്ന ബിരിയാണിയാണ്. പക്ഷേ നല്ല രുചിയുള്ള ബിരിയാണി എന്ന് പറയുന്നത് നമ്മുടെ മലബാർ ബിരിയാണിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല.
ഇത് ചെറിയ അരിയാണ്, ഇച്ചിരി സ്പൈസി ആയിട്ട് നിൽക്കും, ഇച്ചിരി സ്പൈസി ആയിട്ട്, നമ്മുടെ ബിരിയാണിയേക്കാളും ഒരല്പം കൂടെ സ്പൈസി ആയിട്ട് നിൽക്കും. അതിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് കറികളും ഒക്കെ ഉണ്ടാവും. നമ്മുടെ ബിരിയാണിയേക്കാളും ഒരു സ്വല്പം സ്പൈസിയാണ്, കുറച്ചുകൂടെ സ്പൈസിയാണ്, എങ്കിലും നല്ലൊരു ഫ്ലേവർ, നല്ലൊരു എന്താ നാവിലിട്ടാൽ നനഞ്ഞു പോകുന്ന ആ രുചിയുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട് രുചി? ഈ പറഞ്ഞ പോലെ എവഞ്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിലോ ടേസ്റ്റും അതേസമയത്ത് എരിവുണ്ട്, നല്ല എരിവുമാണ്, ടേസ്റ്റുമാണ്. പിന്നെ അരിയുടെ കാര്യത്തിൽ നമ്മുടെ വാലിട്ട് കഴിഞ്ഞാൽ മെൽറ്റായി പോകാനില്ല, അരിയും അതെ ചിക്കനും അതേ എല്ലാം കിലോ ടേസ്റ്റ്, അടിപൊളി ബിരിയാണി. അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കോവിൽപ്പട്ടിയിലെ കടലൈ മുട്ടായി ഉണ്ടാക്കുന്ന കാഴ്ചകൾ കാണാൻ പോയി. കടലമുട്ടായി എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ കടലമുട്ടായി എന്ന് പറയും. ഞാനിത് ഹാഷ്മിയോട് പറഞ്ഞപ്പം ഹാഷ്മി പറഞ്ഞു, കടലമുട്ടായി അല്ല ബ്രോ, ഇത് കപ്പലണ്ടി മുട്ടായിയാന്ന് പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ അതിന് കപ്പലണ്ടി മുട്ടായി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ അതിന് കടലമുട്ടായി എന്ന് പറയും. കടലയെന്ന് പറയുന്നത് കറിക്കടലയ്ക്കാണ് കടലയെന്ന് പറയുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ നിലക്കടലയ്ക്കും നിലക്കടലയെന്നാണ് ഈ പീനട്ടിന് ഞങ്ങളുടെ അവിടെ പറയും നിലക്കടല. അപ്പൊ നിലക്കടലയുടെ മുട്ടായി അത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടു. അതിൽ തന്നെ പല പല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു, വാനില ഫ്ലേവർ ഉണ്ടായിരുന്നു, മറ്റ് ഫ്ലേവറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഉണ്ടാക്കുന്ന പ്രോസസ്സും പാക്കേജിങ്ങും ഒക്കെ കണ്ടു. ഞങ്ങൾ കുറച്ച് മുട്ടായി അവിടെ നിന്ന് കഴിച്ചു, കുറച്ച് മുട്ടായി വാങ്ങിക്കൊണ്ട് പോരുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് കോവിൽപ്പട്ടിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് മധുരയിലേക്കാണ്. മധുരയിൽ വൈകുന്നേരമാണ് എത്തുന്നത്. മധുരയിലെത്തിയ അന്നേരെ നമ്മൾ നല്ല ഒന്നാന്തരം ഒരു പാനീയം, നമ്മുടെ കുറുക്കില്ലേ വീട്ടിലെ കുറുക്ക്, ഏകദേശം അതുപോലെയൊക്കെയുള്ള ഒരു പാനീയം, വഴിയൊരു വിഭവമാണ്. അതിൻ്റെ പേര് പരുത്തിപ്പാലെന്നാണ്. ഒരു ചേച്ചി ആണ് അതുണ്ടാക്കി തന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരുത്തിക്കുരു ഇല്ലേ, കോട്ടൺ സീഡ്സിനകത്തു നിന്നുള്ള ഒരു പാൽ, അത് അരച്ചുണ്ടാക്കുന്ന പാലാണെന്ന് പറഞ്ഞു. അത് വയറിന് നല്ലതാണ്, ചൂടുള്ള സമയത്തൊക്കെ വയറിന് നല്ലതാണെന്ന് പറഞ്ഞു. ഏകദേശം ആ കുറുക്കിൻ്റെ ശർക്കരയൊക്കെ ഇട്ടുണ്ടാക്കിയ കുറുക്കിൻ്റെ ഒരു രുചിയാണ് അതിന് വരിക. അത് കഴിഞ്ഞ് ഞങ്ങൾ സീമക്കൽ കോണാർക്കട എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ കറിദോശ വളരെ ഫേമസ് ആണ്. ഞാൻ മട്ടൻ കറി ദോശ കഴിച്ചു. വിനീതിന് മട്ടനോടും ചിക്കനോടും ഒക്കെ വലിയ താല്പര്യമൊന്നും, ചിക്കൻ വിനീതിന് താല്പര്യമാണ്, പക്ഷെ ചിക്കൻ കറിദോശ അവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ, ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും വിനീത് കഴിച്ചത് മുട്ടൈ ദോശയാണ്. അതേപോലെ തന്നെ വിജിലേഷിന് മട്ടൻ കുളമ്പായിരുന്നോ അതോ വേറെ എന്തോ ഒരു കറിയും ഇടിയപ്പവും, എന്തായിരുന്നു കുളമ്പെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അതും ഇടിയപ്പവും. അത് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഇച്ചിരി സ്പൈസിയാണ്, സ്പൈസിയുടെ കാര്യത്തിൽ ഒരല്പം മുൻപിൽ നിൽക്കുന്ന രുചികളാണ്, പക്ഷേ നല്ല വെറൈറ്റി രുചികളാണ്. കറിദോശ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കറിദോശ അതിൻ്റെ ആ ദോശയുടെ പുറത്ത് ഈ മട്ടൻ കീമ ഒക്കെ ഒന്ന് ഒരുമാതിരി കറി പോലെ ആക്കിയിട്ട് അതൊക്കെ ഒന്ന് വെച്ച് തരുന്ന ഒരു സംഭവം കൊള്ളാം, നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് മധുരയിൽ ചെന്നാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു രുചിയാണ് ജിഗർദണ്ഡ എന്ന് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ വിജിലേഷിന് കുറച്ചുകൂടെ പരിചയം ഉണ്ടായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ. വിജിലേഷ് പറഞ്ഞു, എബിൻ ചേട്ടാ നമുക്ക് ഹനീഫ ജിഗർദണ്ഡയിൽ പോയി ജിഗർദണ്ഡ കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹനീഫ ജിഗർദണ്ഡയിൽ പോയി ജിഗർദണ്ഡ കഴിച്ചു. ആ ജിഗർദണ്ഡ എന്ന് പറയുന്നത് നമ്മുടെ കുൽഫി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് കുടിച്ചാൽ, അല്ലെങ്കിൽ കുൽഫി ഷെയ്ക്ക് കഴിച്ചാൽ എങ്ങനെ ഉണ്ടോ ഏകദേശം അതിൻ്റെ ഒരു രുചിയാണ്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മലൈ എന്ന് പറഞ്ഞാൽ ക്രീമുണ്ട്, അതേപോലെ തന്നെ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. ഇത് കൂടാതെ കടൽ പാസി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിജിലേഷിനോട് ചോദിച്ചു, കടൽ പാസി എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന് വേറെ ഒരു ഭാഷയിൽ പറഞ്ഞു തരാനും അറിയില്ലായിരുന്നു, വിജിലേഷിനല്ല ആ കടയിൽ നിന്ന ആളിന്. അപ്പോൾ വിജിലേഷ് പറഞ്ഞു കടൽ പാസി എന്ന് പറഞ്ഞാൽ കടലിൽ കിട്ടുന്ന ഒരു പായലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് പലരും ഞങ്ങളോട് പറഞ്ഞു അങ്ങനല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ചൈന ഗ്രാസിനാണ് ഈ കടൽ പാസി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമുക്ക് ജിഗർദണ്ഡ കിട്ടുക. ജിഗർദണ്ഡയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ചെറിയ വഴികളിലൂടെ ഇങ്ങനെ നടന്ന് മധുരൈ ക്ഷേത്രത്തിൽ, മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ എത്തി. മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അടുത്ത് അന്ന് ഈ കൊറോണയുടെ സമയമൊന്നും അല്ലല്ലോ, നല്ല തിരക്ക്, ഭയങ്കര തിരക്ക്. ആ തിരക്കിനകത്തൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട്. നമ്മൾ തുടങ്ങുന്നത് തന്നെ മുറുക്കിൻ്റെ കുറേയേറെ വെറൈറ്റികൾ അവിടെ ഇരുന്ന് മുറുക്ക് റെഡി ആയിട്ട് ഉണ്ടാക്കി അങ്ങോട്ട് തരികയാണ്. അപ്പോൾ മുറുക്കിൻ്റെ കുറേയേറെ വെറൈറ്റികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കറാമുറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് കണ്ടാൽ തന്നെ നമുക്ക് മേടിച്ച് കഴിക്കാൻ തോന്നും. അവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പം തെങ്ങിൻ്റെ കൂമ്പ്, ആ പച്ച കൂമ്പ് അത് മുറിച്ച് അതിനകത്ത് പരിപ്പും മസാലയും കൂടെ കൂട്ടിയൊരു പൊടി, ഉപ്പും കൂടെ ഒക്കെ കൂട്ടിയൊരു പൊടിയൊക്കെ, മസാല ഉണ്ടോയെന്ന് സംശയമാണ്, പരിപ്പും ഉപ്പും കൂടെ കൂട്ടിയൊരു പൊടിയാണെന്ന് തോന്നുന്നു. അത് പുറത്തോടെ ഇട്ട് തരും.
നമ്മളങ്ങനെ കടിച്ച് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ നല്ല കറുമുറാന്നിരിക്കും അത്. ശരിക്കും ആ നല്ല ഇച്ചിരി കട്ടി കൂടിയ കരിക്ക് കഴിക്കുന്ന ഏകദേശം ആ ടെക്സ്ചറാണ് അതിന്. അതൊക്കെ കഴിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിയുമ്പോഴത്തേന് ഇഷ്ടം പോലെ രാത്രി വിഭവങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ, ഇഷ്ടം പോലെ രാത്രി വിഭവങ്ങളാണ്. അതായത് കൊഴുക്കട്ട വേണ്ടവർക്ക് കൊഴുക്കട്ട കഴിക്കാം, കപ്പ പുഴുങ്ങിയത് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ അത് കഴിക്കാം. അതല്ല നിങ്ങൾക്ക് ഈ ചോളം എന്നാണ് പറയുന്നത്, ചോളം എന്ന് തന്നെ ആയിരിക്കും, കോൺ ആവി കയറ്റി ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതിനകത്ത് മസാലയൊക്കെ തൂത്ത് വരും, അത് വേണമെങ്കിൽ അത് കഴിക്കാം. അതൊന്നും അല്ലാതെ കുറേയേറെ ഈ ചന മസാല അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ മേടിച്ച് കഴിച്ചിങ്ങ് പോരാം. അങ്ങനെ ഞങ്ങൾ ആ രുചികളൊക്കെ ഒന്ന് പെട്ടെന്ന് ആസ്വദിച്ച്, രുചികളും ആസ്വദിച്ച്, സ്ഥലവും ആസ്വദിച്ച് നമ്മളങ്ങനെ നടന്ന് മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തോടാണ് നടക്കുന്നത്. ഇതിനടുത്ത് വന്നു കഴിയുമ്പോഴത്തേനുണ്ടോ മുറുക്ക്, പല വെറൈറ്റി മുറുക്കുകൾ ഇവരുണ്ടാക്കിയത് നമുക്ക് കാണാം. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് പോകാം. അവല് പുഴുങ്ങി ഉണ്ടയാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൂടാതെ കപ്പ പുഴുങ്ങിയതുകൊണ്ട് നമ്മുടെ കപ്പ പുഴുങ്ങി ഭയങ്കരം കപ്പ, നല്ല വലിപ്പമുള്ള കപ്പ. ഞാനൊരു അവലുണ്ട കഴിച്ചു. അവലുണ്ട എന്ന് പറയുന്ന മധുരമാണ്. അവല് മധുരത്തിലിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ മസാല ഇട്ടാണ് കൊടുക്കുന്നത്. നമ്മളൊരു സ്വല്പം അവലുണ്ട പൊട്ടിച്ചെടുത്തു. ചെറിയ ഉപ്പ്, ഒരുമാതിരി നല്ല മധുരമുണ്ട്. ഇപ്പം ഞാൻ ഓർക്കുക, ഇത്രയും നാൾ ഇപ്പം ഏകദേശം 2 മാസത്തോളമായി നമ്മൾ വീടിനകത്ത് തന്നെ ഇരിക്കുന്നു. വീടിനകത്ത് ഇരുന്നിട്ട് ആൾക്കാരെ കാണാൻ ഒരു കൊതിയാണ്. പക്ഷേ കോവിഡൊക്കെ മാറിയിട്ട് ആൾക്കാരെ കാണാനായിട്ട് ഇറങ്ങിയാൽ മതി അല്ലേ? അതെ. അപ്പോൾ അതൊക്കെ അങ്ങനെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നടന്ന് അന്ന് വൈകിട്ട് പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ തന്നെ മുരുകൻ ഇഡലി, മധുരയിൽ മുരുകൻ ഇഡലി വളരെ ഫേമസ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി, നല്ല പഞ്ഞി പോലത്തെ ഇഡലി. ആ പ്ലെയിൻ ഇഡ്ഡലി വേണമെങ്കിൽ പ്ലെയിൻ ഇഡ്ഡലി കഴിക്കാം, അതല്ല പൊടി ഇഡ്ഡലി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പൊടി ഇഡ്ഡലി വേണമെങ്കിൽ പൊടി ഇഡ്ഡലിയും കഴിക്കാം. അതിൻ്റെ കൂടെ പലതരം ചട്നികൾ, ആ ചട്നി എല്ലാം കൂടെ അതിനെല്ലാത്തിനും വെറൈറ്റി ടേസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചട്നിയാണോ വേണ്ടത് ആ ചട്നിയിൽ മുക്കി കഴിക്കാം. സാമ്പാർ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, സാമ്പാർ ഉണ്ടായിരുന്നിരിക്കണം. ഉണ്ടായിരുന്നെങ്കിലും ഇല്ലെങ്കിലും ആ ചട്നി മതി നമുക്ക് ഇഡ്ഡലി കഴിക്കാനായിട്ട്. പൊടി ഇഡ്ഡലിയിൽ തന്നെ ആ മസാല തൂകിയിട്ടുണ്ട് പുറത്ത്, അതിനകത്ത് പൊടിയുണ്ട്. പ്ലെയിൻ ഇഡ്ഡലി പ്ലെയിൻ ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം, ഇലയിൽ വിളമ്പിത്തരും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അമ്മ ഹോട്ടൽ, മധുരൈ അമ്മ ഹോട്ടൽ, നമ്മുടെ കോഴിക്കോട് അമ്മ ഹോട്ടൽ ഉണ്ട്, അതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. മധുരൈ അമ്മ ഹോട്ടലിൽ കുറേയേറെ വെറൈറ്റികൾ. രാവിലെ തൊട്ട് അവിടെ ആഹാരമുണ്ട്, പലതരം സ്നാക്സ് ഉണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ഊണിന് അവിടെ കുറേയേറെ വെറൈറ്റി ഐറ്റംസ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഓംലെറ്റാണ്. ആ ഓംലെറ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്, 2 അല്ല 3 ടൈപ്പ് കാണും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാണുമായിരിക്കും. എനിക്ക് എടുത്ത് പറയാനുള്ളത് പ്ലെയിൻ ഓംലെറ്റിൻ്റെ കാര്യവും സ്പാനിഷ് ഓംലെറ്റിൻ്റെ കാര്യമൊന്നുമല്ല. എനിക്ക് എടുത്ത് പറയാനുള്ളത് ബോൺ മാരോ ഓംലെറ്റ്, അതുപോലെ തന്നെ ക്രാബ് ഓംലെറ്റ്. ക്രാബ് ഓംലെറ്റ് എന്ന് പറയുന്നത് ഞണ്ടിറച്ചി ഇട്ടുണ്ടാക്കിയ ഓംലെറ്റ്. ബോൺ മാരോ എന്ന് പറയുന്ന മജ്ജ ഇട്ടുണ്ടാക്കിയ ഓംലെറ്റ്. അത് 2ഉം ഉണ്ടായിരുന്നു. അതുകൂടാതെ ക്രാബ് കുളമ്പുണ്ടായിരുന്നു. അവിടെ ഒരു പ്രത്യേകതരം മീൻ കറി ഉണ്ടായിരുന്നു, ഐരമീൻ കുളമ്പ്, ഐരമീൻ കറി. അയല അല്ല കേട്ടോ, ഐരമീൻ കുളമ്പ്. ഈ ഐരമീൻ എന്ന് പറയുന്നുണ്ടല്ലോ, തീർത്തും ചെറിയ മീനാണ്. സൂചി പോലെ അല്ല, എന്നാലും തീർത്തും ചെറിയൊരു മീനാണ്. അത് ചെറിയൊരു കപ്പിനകത്ത് നമുക്ക് കൊണ്ടുതരും. പക്ഷെ അതിന് ഭയങ്കര വിലയാണ്. വില ഞാൻ ഓർക്കുന്നില്ല എത്രയായിരുന്നു, പക്ഷേ സാധാരണയിലൊക്കെ ഒത്തിരി വിലയായിരുന്നു, ഇരട്ടിയേക്കാളിലും കൂടുതൽ വിലയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വിലയെക്കുറിച്ച് അവരോട് ചോദിച്ചു, പറഞ്ഞു ഇത് കിട്ടാനില്ല, ഈ സാധനം കിട്ടാനില്ല, വളരെ ചുരുക്കമായിട്ട് കിട്ടുകയുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും വില വരുന്നതെന്ന് പറഞ്ഞു. അതുകൂടാതെ ടർക്കി ബിരിയാണി, നമ്മൾ നാട്ടിൽ ഇഷ്ടം പോലെ വെറൈറ്റി ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ടർക്കി ബിരിയാണി നാട്ടിൽ കഴിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇത് അവിടെ ടർക്കി ബിരിയാണി, അത് വിജിലേഷനായിരുന്നു താല്പര്യം, വിജിലേഷ് അത് കഴിച്ചു. അതുകൂടാതെ മീൻ വറകൾ, ഇഷ്ടംപോലെ വെറൈറ്റി മീൻ വറകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഹോട്ടലിൽ നിന്ന് നല്ല ഒന്നാന്തരം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് മധുരയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന സമയത്ത് വിജിലേഷിന് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരം പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് വിജിലേഷ് ഞങ്ങളോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ്, തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ വിജിലേഷ് താമസിക്കുന്ന അവിടെ, വിജിലേഷിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ വിജിലേഷ് ഞങ്ങളോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങ് തിരുവനന്തപുരത്തിന് പോയി. പക്ഷേ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. അത് അടുത്ത ഭാഗമായിട്ട് നമുക്ക് സംസാരിക്കാം, അടുത്ത കഥയായിട്ട്. ഏതായാലും തമിഴ്നാട് യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു യാത്രയാണ്. പുതിയ സ്ഥലങ്ങളായിരുന്നു, പല സ്ഥലങ്ങളും ഞങ്ങൾക്ക് നേരത്തെ അറിയത്തില്ലാത്ത സ്ഥലങ്ങളായിരുന്നു. ഞങ്ങൾ പോയി കണ്ടു. അവിടുത്തെ രുചികൾ എല്ലാം പുതുമ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ കഴിച്ചിട്ടില്ലാത്തതാണ് ഈ ക്രാബ് ഓംലെറ്റ്,
ബോൺമാര ഓംലെറ്റ്, ഐരമീൻ കുളമ്പ്, ഇതൊന്നും കഴിച്ചിട്ടില്ലാത്ത രുചികളായിരുന്നു. ഈവൻ തെങ്ങിൻ കുല തെങ്ങിൻ പൂക്കുലയുടെ നാമ്പ് അതൊന്നും കഴിച്ചിട്ടില്ലാത്ത. ഏതായാലും ആ രുചികളും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് പോയ ഒരു യാത്രയാണ് തമിഴ്നാട് യാത്ര. നിങ്ങൾ ആ വീഡിയോസ് ഒന്നും നേരത്തെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് ലിങ്ക്സ് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഏതായാലും നിങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവുക. തൽക്കാലത്തേക്കിന് ബൈ.